നീ ഇത്ര രാവിലെ തന്നെ അത്യാവശ്യം ചെയ്ത് തീർക്കേണ്ട പണികളൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. എല്ലാം ചെയ്തു തീർത്തത് ഞാനാ. വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി, പൂജയ്ക്ക് ഒരുക്കി, പാത്രങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കഴുകി. കൊച്ചുകുട്ടിയായ നീ ഇത്രയേറെ പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തത് എന്തിനാ? ചേച്ചി കൂടെ സഹായിക്കുമായിരുന്നല്ലോ. പണിയെടുത്ത് ആകെ വശം കെട്ടിരിക്കല്ലേ ചേച്ചി. കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഒരു അന്നദാനം നേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ചിലരെ അന്നദാനത്തിന് ഞാൻ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അവരിന്ന് വരും. അവർക്കിന്ന് സദ്യ ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്താ, സദ്യ ഒരുക്കാനും ഞാൻ സഹായിക്കാലോ. എന്നാൽ വരൂ. മണിമേഖല ചേച്ചി, അറിഞ്ഞില്ലേ? മീനാക്ഷി ഇന്നിവിടെ അന്നദാനം നടത്തുന്നു. ഉണ്ണാൻ അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടത്രേ. ആ അന്നദാനം നമുക്ക് മുടക്കണം. നടക്കുമെന്ന് തോന്നുന്നില്ല. ശിവാനിയെ മീനാക്ഷിയും കള്ളികളാക്കാൻ വേണ്ടി മാല എടുത്തു മാറ്റി വെച്ചിട്ട് ഇപ്പൊ എന്തായി? ഒടുവിൽ നമുക്ക് തന്നെ പണി കിട്ടിയില്ലേ? അമ്മായിയുടെ ശകാരം മുഴുവൻ കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് അന്നദാനം നടത്തുന്നത് തടയാൻ സാധ്യമാവൂന്ന് തോന്നുന്നില്ല. സാധ്യമാകണം. മീനാക്ഷിയേക്കാൾ ജാലവിദ്യക്കാരിയാണ് ആ ശിവാനി. നിങ്ങൾ ശിവാനിയുടെ അറയിൽ ഒളിപ്പിച്ച മാല നേരെ ശിവകാമിയുടെ അറയിലേക്ക് തന്നെ വന്നില്ലേ? അതിനു പിന്നിൽ ആ മായ പുഞ്ചിരിക്കാരി ശിവാനിയുടെ ചെപ്പടി വിദ്യ തന്നെയാണ്. അട്ടെ, എന്താണ് പുതിയ ഗൂഢാലോചന? മീനാക്ഷി ഇന്ന് നടത്താൻ പോകുന്ന അന്നദാന പരിപാടി നമുക്ക് പൊളിക്കണം. മീനാക്ഷിയെ നാണം കെടുത്തണം. എന്നാൽ അതിനുള്ള തന്ത്രവും ചേച്ചി തന്നെ മെനഞ്ഞുണ്ടാകട്ടെ. നോക്കാം. മാല മാറ്റിവെച്ച സംഭവം പൊളിഞ്ഞതോടെ മണിമേഖലയും ശിവകാമിയും പത്തി താഴ്ത്തി അടങ്ങിയിരിക്കുകയാണെന്ന ആശ്വാസത്തിലാ മീനാക്ഷിയും ആ അനാഥക്കുട്ടിയും. നമ്മുടെ പത്തി താഴ്ന്നിട്ടില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണ്ടേ? അന്നദാനം പരാജയപ്പെടുത്തുക തന്നെ വേണം. വരൂ. സദ്യ ഉണ്ണാൻ അതിഥികളൊക്കെ എത്തുവോ ചേച്ചി? എത്തുമല്ലോ. എന്റെ ഭക്തിയിൽ ഏറെ മതിപ്പുള്ള സ്ത്രീകളെയാ ഞാൻ ക്ഷണിച്ചിട്ടുള്ളത്. പുണ്യവതിയായ മീനാക്ഷിയുടെ അന്നദാന സദ്യ ഉണ്ണുന്നത് ബഹുപുണ്യമാണെന്നാ അവര് പറയുന്നത്. എന്താ, അതിഥികൾ എത്തുമോന്ന് നിനക്കൊരു സന്ദേഹം? ആ, ചോറ് പാകമായോന്ന് നീ ഒന്ന് ചെന്ന് നോക്കി. ആരാ? ഞങ്ങൾ മീനാക്ഷിയുടെ സുഹൃത്തുക്കളാ. ക്ഷേത്രത്തിൽ വെച്ചുള്ള പരിചയം. ഇന്ന് മീനാക്ഷി നേർച്ചയായി നടത്തുന്ന അന്നദാന സദ്യ ഉണ്ണാൻ ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു. അന്നദാന സദ്യയോ? ആഹാ, നിങ്ങൾ ഈ തറവാട്ടിലെ അംഗങ്ങളല്ലേ? എന്നിട്ട് മീനാക്ഷി സദ്യ നടത്തുന്ന വിവരം നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലേ? ഇല്ല, ഇവിടെ അന്നദാനവും ഇല്ല, ക്ഷീരദാനവും ഇല്ല. അന്നദാനം എന്നൊരു വാക്ക് പോലും മീനാക്ഷി ഇവിടെ ഉച്ചരിച്ചിട്ടില്ല. ഇന്ന് തറവാട്ടിൽ തീ പോലും കത്തിച്ചിട്ടില്ല. അല്ല, മീനാക്ഷി ഈ തറവാട്ടിൽ ആരാണെന്നാ നിങ്ങളോട് പറഞ്ഞത്? ഇവിടുത്തെ പച്ചയന്മാരന്റെ ഭാര്യ. അങ്ങനെയാ മീനാക്ഷി നാടോട്ടൊക്കെ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ
മീനാക്ഷി ഇവിടുത്തെ അടുക്കള വേലക്കാരിയും പുറം പണിക്കാരിയും മാത്രമാണ്. രാവിലെ എഴുന്നേറ്റ് തൊഴുത്തിലേക്ക് പോയിരിക്കാ മീനാക്ഷി. പശുക്കളെ കറക്കണം, കുളിപ്പിക്കണം, തൊഴുത്ത് വൃത്തിയാക്കണം ഒക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോ നേരെ ഒത്തിരിയാവും. അവള് നിങ്ങളെ സദ്യക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇളിഭ്യരാക്കാനും പമ്പര വിഡ്ഢികളാക്കാനും വേണ്ടിട്ടാ. അത്രയ്ക്ക് കെട്ട മനസ്സാ അവളുടേത്. എന്തായാലും കുളിച്ചൊരുങ്ങി ഉച്ചച്ചൂടും സഹിച്ച് ഉണ്ണാനായി ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് സംഭാരം കഴിച്ചിട്ട് പോവാം. ശിവാമി, സംഭാരം എടുക്കുക. സംഭാരം തയ്യാറാക്കണമെങ്കിൽ തൈര് കലക്കണം, ഉപ്പ് ചേർക്കണം, പാകത്തിന് വെള്ളം ചേർക്കണം. ഇതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. വേലക്കാരി മീനാക്ഷി വന്നിട്ടേ സംഭാരം തരാനേ നിവർത്തിയുള്ളൂ. സംഭാരം വേണ്ട, ഊണ് കഴിക്കാതെ തന്നെ വയറ് നിറഞ്ഞു. വാ പോവാം. ഇനി മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ഈ സ്ത്രീകള് അവളുടെ കരണം പുകയ്ക്കൊന്ന് ഉറപ്പാ. ചേച്ചി, എന്താ ചേച്ചി ഇത്ര നേരമായിട്ടും ഊണ് കഴിക്കാൻ ആരും വരാത്തത്? ചേച്ചി ആരെ ക്ഷണിച്ചില്ലേ? ക്ഷണിച്ചു. എന്റെ ഉറ്റ കൂട്ടുകാരികളെ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ. അവർ വരാന്ന് സമ്മതിച്ചതുവാ. എന്നാൽ അവർ മറന്നുപോയതായിരിക്കും. മീനാക്ഷി നൽകുന്ന അന്നം കഴിച്ചാൽ ബഹുപുണ്യമാണെന്ന് വിശ്വസിക്കുന്നവർ എന്റെ ക്ഷണം മറക്കാൻ വഴിയില്ല. അന്നം കഴിക്കാൻ ആരും വന്നില്ലെങ്കിൽ നേർച്ച കൊണ്ട് ഒരു ഫലവുമില്ല, ഒരു പുണ്യവുമില്ല. മഹാദേവ, ഭഗവാനെ, എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? മീനാക്ഷി, ഭക്ഷണം തയ്യാറായി, ഇലയും വെച്ചു കഴിഞ്ഞു. എന്നിട്ടും അന്നദാനം സ്വീകരിക്കാൻ ആരും എത്തിയില്ലേ മീനാക്ഷി? എടി മഹാപുണ്യവതി കൊച്ചേ, തറവാട്ടംഗങ്ങൾ അറിയാതെ അന്നദാനത്തിനൊരുങ്ങിയ ദേ ഇങ്ങനെ ഇരിക്കും. അന്നം ഭക്ഷിക്കാനേ ഒരു തെരുവ് നായ പോലും എത്തിയില്ലല്ലോ. മീനാക്ഷി, നിന്റെ കൂട്ടുകാരികളായ 3 തറവാട്ട് മഹതികൾ ഒരുങ്ങിക്കെട്ടി ഇവിടെ സദ്യ ഉണ്ണാൻ വന്നിരുന്നു. എന്നിട്ട് കാതിൽ അമൃതരസം ചൊരിയുന്ന വാക്കുകൾ കൊണ്ട് ഞങ്ങൾ അവരെ സ്വീകരിച്ചു. ഉണ്ണാതെ തന്നെ വയറ് നിറഞ്ഞ് അവര് മടങ്ങിപ്പോയി. തോൽവി സമ്മതിച്ച് ഈ തറവാട് വിട്ട് പോയില്ലെങ്കിൽ ഇനിയും നിനക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഉണ്ണാൻ വരുന്ന സ്ത്രീകളുടെ മുന്നിൽ ചെന്നൊന്നും പെട്ടേക്കരുത്. അവര് കാറി തുപ്പും നിന്നെ. കരയാതെ ചേച്ചി, ദുഷ്ടശക്തികൾ ആദ്യം ഒന്ന് ജയിക്കും, പിന്നെ അവർക്ക് നിരാശപ്പെടേണ്ടി വരും. മഹാദേവൻ എല്ലാം കാണുന്നുണ്ട്. സദ്യ ഉണ്ണാൻ അവരാരെങ്കിലും വന്നിരിക്കും.
ഇന്നത്തെ സംഭവത്തോടെ നമ്മുടെ സംഘടിത ശക്തി എന്തെന്ന് മീനാക്ഷിക്ക് ബോധ്യമായി. പാവം മീനാക്ഷി. അല്ല, അവളൊരിക്കൽ സദ്യ നമുക്കൊന്ന് പോയി കഴിച്ചാലോ ചേച്ചി? ദേ അഴകേശ, വേണ്ട. അവളെ പരിഹസിച്ചിട്ട് സദ്യ ഉണ്ടാ നീ അങ്ങോട്ട് ചെല്ല്. ഹോ. നിക്ക് നിക്ക് നിക്ക്, നിങ്ങള് വീണ്ടും വന്നോ? അതിന് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. മീനാക്ഷിയുടെ ക്ഷണപ്രകാരം ഞങ്ങൾ സദ്യ ഉണ്ണാൻ വന്നവരാണ്. ആ, ഇവിടെ സദ്യ ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങള് നിങ്ങളെ പറഞ്ഞു വിട്ടതല്ലേ ഒരല്പം മുൻപ്. നിങ്ങൾ എന്തായി പറയുന്നേ? ഞങ്ങൾ മീനാക്ഷിയുടെ ഈ ഭവനത്തിൽ അല്പം മുമ്പ് വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാ വരുന്നേ. നിങ്ങളെ ഞങ്ങൾ കാണുന്നതും ആദ്യമായിട്ടാ. ആഹാ, നിങ്ങൾ വന്നോ? ആശ്വാസമായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഊണ് കഴിക്കാൻ കൂട്ടുകാരികൾ വന്നില്ലല്ലോ എന്ന് ആദ്യം പിടിച്ചിരിക്കായിരുന്നു മീനാക്ഷി ചേച്ചി. അകത്തേക്ക് വന്നാലും ഊണ് കഴിക്കാം. ഉം. വരൂ. ആദ്യം വന്ന 3 സ്ത്രീകളെ നമ്മൾ പരിഹസിച്ച് പറഞ്ഞു വിട്ടു. അതേ സ്ത്രീകൾ വീണ്ടും വന്നിട്ട് പറയുന്നു അവര് മുൻപ് വന്നിട്ടില്ലെന്ന്. ഇതെന്തു മറിമായം? ചേച്ചി, ഇതിലെന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. ഇതൊക്കെ ആ ശിവാനിയുടെ മറിമായങ്ങളാണെന്നാ തോന്നുന്നത്. ആദ്യം 3 സ്ത്രീകൾ വന്നു. 1, 2, 3. പിന്നെയും 3 സ്ത്രീകൾ വന്നു. ആദ്യം വന്ന 3 എവിടെ പോയി? ഇപ്പൊ വന്ന 3 എവിടെ പോയി? ഇവൾക്ക് എന്താ ചേച്ചി വട്ടുപിടിച്ചോ? ശിവകാമി, ആ 3 സ്ത്രീകൾ എങ്ങോട്ട് പോയി? അതെ, ഊണ് കഴിക്കാൻ പോയി. അപ്പോ ആദ്യം വന്ന 3 സ്ത്രീകളോ? ഓ, എനിക്കകെ തല പെരുക്കുന്നു. കുലദ്രോഹികളായ മീനാക്ഷിയും ശിവാനിയും ചേർന്ന് എന്തോ കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടിരിക്കുക. രക്ഷയില്ല, രക്ഷയില്ല. നമുക്ക് 3 പേർ. കൈലാസനാഥ, പാർവതികാന്ത, ഭഗവാനെ, എന്റെ അന്നദാന നേർച്ച അങ്ങ് മംഗളമാക്കി തന്നു. ഊണ് കഴിച്ച് നിറഞ്ഞ മനസ്സോടെ എനിക്ക് കോടി പുണ്യം ആശംസിച്ചുകൊണ്ട് കൂട്ടുകാരികൾ പോയി. എന്റെ ജന്മം സഫലമാക്കിയതിന് നന്ദിയുണ്ട് ദേവ.
മീനാക്ഷി ഭൂലോക ഭയങ്കരി. അവളുടെ തലയില് ഇടുത്തി വീഴുന്നില്ലല്ലോ. അവളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയത്തിൽ കലാശിക്കുവാണല്ലോ. ഇനിയിപ്പൊ എന്താ വേണ്ടത്? ആ തെണ്ടിപ്പെണ്ണ് ശിവാനി മായച്ചരട് മുഴുവൻ അവളുടെ കയ്യിലാണ് ചേച്ചി. അവളുടെ കഥ കഴിക്കാതെ നമ്മുടെ ഒരു പദ്ധതിയും വിജയിക്കാൻ പോകുന്നില്ല. ശിവകാമി എന്താ മൗനം പാലിക്കുന്നത്? പച്ചൈമാൽ എന്ന കർമ്മത്തിന് കൊള്ളാത്ത കുലദ്രോഹി മധുപാനത്തിന് അടിമപ്പെട്ട് തറവാട്ടിൽ കയറാതെ അലഞ്ഞു നടക്കുകയല്ലേ. അതുകൊണ്ട് മീനാക്ഷിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് അയാളെ ബോധ്യപ്പെടുത്തിയാലേ നമ്മുടെ ലക്ഷ്യം വിജയിക്കുകയുള്ളൂ. എങ്കിൽ അതിനായി ഒരു തന്ത്രം കൂടി പ്രയോഗിക്കുക തന്നെ. എന്ത് മാർഗമാണ് ചേച്ചി കണ്ടിരിക്കുന്നത്? രാജരത്നത്തിന്റെ മരുമകൻ മുരുകൻ. വരൂ, നമുക്കിപ്പോ തന്നെ പോകാം. മുരുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ അത്യാവശ്യമായിട്ട് നിന്നോട് വരാൻ പറഞ്ഞത്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും മീനാക്ഷി തറവാട്ടിൽ കൂടുതൽ സുരക്ഷിതയായിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ അവളെ കൊടുക്കാൻ കുറച്ചുകൂടി കടന്ന കൈ തന്നെ ചെയ്യണം. രാത്രി പച്ചൈമാൽ ചേട്ടൻ വന്ന് തട്ടി വിളിക്കുമ്പോ മീനാക്ഷിയുടെ അറയിൽ മീനാക്ഷിയോടൊപ്പം നീയും ഉണ്ടാവണം. എന്താ, പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട. അടുക്കളയിലാണ് മീനാക്ഷിയുടെ കിടപ്പ്. നിന്റെ മദ്യശാലയിലെ സേവയും കഴിഞ്ഞ് പച്ചൈമാൽ ചേട്ടൻ വരുമ്പോഴേക്കും അർദ്ധരാത്രിയാകും. അതിനു മുൻപ് നീ തറവാട്ടിലെത്തിയാ മതി. അതിപ്പോ തറവാട്ടിലെ അടുക്കള സ്ഥാനമൊന്നും എനിക്കറിയില്ലല്ലോ. വിഷമിക്കണ്ട, ഞാനും ശിവകാമിയും നിന്നെ കാത്തു ഉറക്കം വിളച്ചിരിക്കും. നീ വന്നാലുടൻ നിന്നെ അടുക്കളയിൽ കയറ്റി കതക് ബന്ധിക്കുന്ന ദൗത്യം ഞങ്ങൾ ചെയ്തിരിക്കും. എന്നാലും മുരുക, നിന്റെ രോഗം ഞങ്ങൾക്ക് മനസ്സിലായി. ചേച്ചി, അതങ്ങ് കൊടുത്തേക്ക്. എന്നാലും ഒരു പ്രശ്നമുണ്ട്. മദ്യസേവയിൽ ആടിയാടിയായിരിക്കും പച്ചൈമാൽ തമ്പുരാന്റെ വരവ്. വന്നപാടെ മറിയാനായിരിക്കും സാധ്യത. ബോധം നശിച്ച ഒരാളെ എങ്ങനെയാ എന്നെ മീനാക്ഷിയെ ഒരുമിച്ച് കാണിക്കുന്നത്? അതിന് നീയും നിന്റെ അമ്മാവൻ രാജരത്നവും വിചാരിച്ചാ മതിയല്ലോ. ബോധം കെട്ട് മറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ മദ്യം കൊടുക്കാതിരുന്നാ മതിയല്ലോ. കൊള്ളാം, ഒരു തുള്ളി അകത്ത് തന്നാ മതി. കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ദുർവാശിയാ അദ്ദേഹത്തിന്. എന്നാലും നോക്കാം. ശരി, അപ്പോ ഇന്ന് അർദ്ധരാത്രി മുമ്പായി നീ തറവാട്ടിൽ എത്തിയിരിക്കണം. എത്തിയിരിക്കും, ഉറപ്പ്. എന്നാ ചെല്ല്. ശിവകാമി, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് എന്തായി? എന്താ, മീനാക്ഷിയെ പുറത്തു ചാടിക്കാൻ വല്ല ഉപായവും തെളിഞ്ഞോ? തെളിഞ്ഞു. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കരു
രാജരത്നത്തിന്റെ മരുമകൻ മുരുകൻ തന്നെയാണ്. ഞങ്ങൾ മുരുകനെ കണ്ടിരുന്നു. മീനാക്ഷിയുടെ അറയിൽ ഒരു രാത്രി കടന്നു കയറി അവളെ അപമാനിക്കാമെന്ന് മുരുകൻ സമ്മതിച്ചിട്ടുണ്ട്. മുരുകൻ മീനാക്ഷിയുടെ അറയിൽ പ്രവേശിച്ച് അവളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ പച്ചയമാൽ ചേട്ടനെ കൂട്ടിപ്പോയി വാതിലിൽ മുട്ടുന്നു. മുരുകൻ തന്നെ വാതിൽ തുറക്കും. മീനാക്ഷിയും മുരുകനുമായുള്ള രഹസ്യബന്ധം ഇപ്പോഴും തുടരുന്നുവെന്ന് പച്ചയമാലേട്ടന് ബോധ്യപ്പെടുകയും ചെയ്യും. എന്തു പറയുന്നു? പദ്ധതി കൊള്ളാം, പക്ഷേ എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയണം. ശിവകാമി, വിഘ്നം വരുത്തുന്ന വാക്കുകൾ പറയരുത്. നമ്മുടെ ഈ ശ്രമം വിജയിക്കണമെന്ന് പ്രാർത്ഥിക്ക്. പ്രാർത്ഥനകൾ ഏറെ കഴിഞ്ഞതാണല്ലോ. വിളക്ക് തെളിയിക്കലും തൊഴുതു പ്രാർത്ഥനയൊന്നുമില്ലാത്ത നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എന്നാലും പ്രാർത്ഥിക്കാം. മീനാക്ഷിയുടെ പൂജാസ്ഥാനത്ത് പോയി മീനാക്ഷിയെ ഒടുക്കണേ എന്ന് വെറുതെ പ്രാർത്ഥിക്കാം.